പഠിക്കാൻ പണം തരില്ലെന്ന് അച്ഛൻ, എന്റെ ജീവിതം മാറ്റിയ വാക്കുകൾ. OTTയിലെ ഏറ്റവും വലിയ നായികയായി സമാന്ത. ഇത് OTT പ്ലാറ്റ്ഫോമുകളുടെ കാലമാണ്. തിയേറ്റർ റിലീസുകളെ പോലെ തന്നെ ആളുകൾ വെബ് സീരീസുകൾക്കും OTT സിനിമകൾക്കും കാത്തിരിക്കുന്നു. താരങ്ങളെ സംബന്ധിച്ച് പുതിയ അവസരങ്ങൾ നേടാനും ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് മറ്റ് ഭാഷകളിൽ അഭിനയിക്കാനുള്ള അവസരങ്ങളും OTT പ്ലാറ്റ്ഫോമുകളുടെ വരവ് സഹായിച്ചിട്ടുണ്ട്. വെബ് സീരീസുകളിലൂടെ വലിയ താരങ്ങളായി മാറിയ നിരവധി പേരുണ്ട്. കഴിവുണ്ടായിട്ടും അവസരങ്ങൾ ലഭിക്കാതെ പോയ പലർക്കും OTT പ്ലാറ്റ്ഫോമുകൾ പുതുജീവൻ നൽകിയിട്ടുണ്ട്. പുത്തൻ താരോദയങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾ വഴിയൊരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരിയറിൽ പുതിയ പാതകൾ വെട്ടിത്തുറക്കാനും താരങ്ങളെ OTT ലോകം സഹായിക്കുന്നു. സിനിമാ ലോകത്തെ വലിയ താരങ്ങളും OTT സീരീസുകളിലേക്ക് ചുവടുവെക്കുന്ന കാലമാണിത്. ബോളിവുഡിലെയും തെന്നിന്ത്യൻ സിനിമയിലെയുമെല്ലാം വലിയ താരങ്ങൾ ഇതിനോടകം തന്നെ OTTയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. പ്രിയങ്ക ചോപ്രയും ഷാഹിദ് കപൂറും അജയ് ദേവ്ഗണും മനോജ് വാജ്പേയും വിജയ് സേതുപതിയും തമന്നയും കരീന കപൂറുമെല്ലാം ഇതിനോടകം OTT ലോകത്ത് കയ്യൊപ്പ് ചാർത്തിയവരാണ്. ബിഗ് സ്ക്രീനിൽ നിന്നും OTTയിലേക്ക് വന്നവരിൽ മുൻനിരക്കാരിയാണ് സമാന്ത. തെന്നിന്ത്യൻ താരസുന്ദരിയായ സമാന്ത OTT ലോകത്തേക്ക് കടന്നു വരുന്നത് ഫാമിലി മാൻ 2 വെബ് സീരീസിലൂടെയാണ്. തെന്നിന്ത്യൻ സിനിമയിൽ ഗ്ലാമറസ് വേഷങ്ങളിലും സ്റ്റീരിയോടൈപ്പ് നായിക വേഷങ്ങളിലും ഒതുങ്ങി നിന്നിരുന്ന സമാന്തയുടെ അഭിനയ മികവും ആക്ഷൻ ചെയ്യാനുള്ള മിടുക്കുമെല്ലാം മുതലെടുത്ത സീരീസ് ആയിരുന്നു ഫാമിലി മാൻ 2. ഇതോടെ സമാന്ത താരമായി മാറി. ഇന്ന് ഇന്ത്യയാകെ ആരാധകരുള്ള നായികയാണ് സമാന്ത. അതോടൊപ്പം OTTയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയായും സമാന്ത വളർന്നിരിക്കുകയാണ്. നേരത്തെ രാധിക ആപ്തയെ പോലുള്ളവർ ആയിരുന്നു ആ സ്ഥാനത്തുണ്ടായിരുന്നത്. ബോളിവുഡിലെ മുൻനിര നായികമാരായ കരീന കപൂർ, സോനാക്ഷി സിൻഹ തുടങ്ങിയവരെയും പിന്തള്ളിയാണ് സമാന്ത OTTയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നായികയായി മാറുന്നത്. ഈ അടുത്തിറങ്ങിയ സിറ്റഡൽ സീരീസിലൂടെയാണ് സമാന്ത ഈ നേട്ടം സ്വന്തമാക്കിയത്. വരുൺ ധവാനാണ് സീരീസിലെ നായകൻ. ഫാമിലി മാൻ ഒരുക്കിയ രാജും DKയും ചേർന്നാണ് സിറ്റഡലും ഒരുക്കിയത്. വിവാഹമോചനവും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം അലട്ടിയ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സമാന്ത കരിയറിൽ നേട്ടം കൊയ്യുന്നത്. സിനിമാ ലോകത്തെ ബന്ധങ്ങളൊന്നുമില്ലാതെയാണ് സമാന്ത കടന്നു വരുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച് എത്തിയതുപോലുമല്ല സമാന്ത എന്നതാണ് വസ്തുത. പഠിക്കുന്ന സമയത്ത് പണം സമ്പാദിക്കാനായി മോഡലിംഗ് ആരംഭിച്ചതായിരുന്നു സമാന്ത. അതുവഴിയാണ് താരത്തെ തേടി സിനിമയിലെത്തിയത്. ഒരിക്കൽ താൻ മോഡലിംഗിലേക്ക് വന്നതിനെ കുറിച്ച് സമാന്ത തന്നെ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസത്തിനുള്ള പണം കണ്ടെത്താനായിരുന്നു താൻ മോഡലിംഗ് ചെയ്തതെന്നാണ് സമാന്ത പറഞ്ഞത്. എന്റെ തെരഞ്ഞെടുപ്പായിരുന്നില്ല, പഠിക്കാനുണ്ടായിരുന്ന പണമുണ്ടായിരുന്നില്ല എന്റെ പക്കൽ. പക്ഷേ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. നിനക്ക് പഠിക്കാനുള്ള ലോണൊന്നും ഞാൻ അടക്കില്ലെന്ന് അച്ഛൻ പറയുന്നതോടെയാണ് എന്റെ ജീവിതം മാറുന്നത്.